ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞുമലാഖ ഒഫീഷ്യൽ. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു മിനി വ്ലോഗാണ്. ഇപ്പം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മിനി വ്ലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് 1-2 ദിവസത്തെ മിക്സ്ഡ് ആക്കിയിട്ടുള്ള ഒരു വ്ലോഗായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചധികം ദിവസമായി വീഡിയോ ഇട്ടിട്ട്, മടിയായിട്ടല്ല, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. പിന്നെ അതിൻ്റേതായിട്ടുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് മാനേജ് ചെയ്തുകൊണ്ട് പോകണമല്ലോ. വീട്ടിലെ കാര്യങ്ങളും ഡ്യൂട്ടിക്ക് പോകണം. അതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ചെറിയൊരു മിനി വ്ലോഗാണ്, കൊച്ചു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മിനി വ്ലോഗാണ്, ചെറിയൊരു വ്ലോഗാണ്. അപ്പം എന്താ പറയുക, നല്ല മഴയാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും മഴ ഉണ്ടാവണം. മഴയില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. മഴ എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുക. മാക്സിമം പുഴയിലും ഒക്കെ ഒന്നും ഇറങ്ങാതിരിക്കുക. ഒരുപാട് അപകടങ്ങളും ഒക്കെ വരുന്നുണ്ട്. റോഡിലൂടെ ആണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും അല്ലാതെയൊക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ സേഫായിട്ടിരിക്കുക. കാരണം നല്ല പായലും തെന്നിത്തെറിച്ച റോഡൊക്കെ ആയിരിക്കും. ഇപ്പം ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പം അങ്ങനെ ഒരുപാട് അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഡ്രസ്സ് മാറൊന്നുമില്ല, ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. ഇച്ചാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല, ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. ഇച്ചാൻ വന്ന് ഫ്രഷായിട്ട് നമ്മൾ വീട്ടിൽ പോകും. അടുത്തടുത്ത വീഡിയോസിലൂടെയൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം. പിന്നെ നമുക്ക് പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കാഴ്ചകൾ, രാത്രി ആയതുകൊണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബിക്കോസ് രാത്രിയല്ലേ, ഒന്നും കാണാൻ പറ്റില്ലല്ലോ. ലൈറ്റും വെട്ടവും മാത്രമൊക്കെയല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ഇന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല, ഒരു 2 ദിവസത്തെ വീഡിയോ ആയിരിക്കും. 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിനി വ്ലോഗ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം പോകുന്ന സമയത്ത് കാണാതെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഒരുപാട് വീഡിയോസ് എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ എല്ലാവരും കാണണം. ബിക്കോസ് അപ്പോഴാണ് ഇതിനകത്ത് എന്താണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ കേട്ടോ നിങ്ങൾക്ക്. അപ്പം ഈ ഭാഗം കാണുന്നത് വീട്ടിൽ പോയി പിറ്റേ ദിവസം, അതായത് ഞങ്ങൾ സാറ്റർഡേ ഈവനിങ്ങിലാണ് പോയത്, രാത്രിയായപ്പോഴാണ് പോയത്. അത് കഴിഞ്ഞ് സൺഡേ ഈവനിങ്ങിലായിട്ടുള്ള ഒരു ഭാഗമായിട്ടോ ഈ കാണുന്നത്. ആ വീഡിയോ ആയിട്ടോ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. കാരണം വീട്ടിൽ ചെന്നിട്ട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തേക്ക് പോവാട്ടോ. അപ്പം ഒത്തിരി സസ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണുന്നത് എൻ്റെ അനിയത്തി ഇന്ന് ജർമ്മനിക്ക് പോകുന്ന ഒരു ഭാഗമാട്ടോ കാണുന്നത്. ഒരു വ്ലോഗാണിത്. ഒരുപാട് നാളത്തെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട്, എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലിയിലെ അല്ലെങ്കിൽ അവളുടെ ഒത്തിരി വലിയൊരു ഡ്രീമാണ്. അപ്പോൾ അവൾ ജർമ്മനിക്ക് ഇന്ന് പോകുകയാണ്. പക്ഷേ ഈ വീഡിയോ വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. ഒന്നാമത്തെ കാര്യം, എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യത്തിനൊന്നും സമയമില്ലായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു മൂഡ് ആയിരുന്നേ ഇല്ല. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്യുന്ന ഭാഗം കേട്ടോ. പാക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നു, നമ്മൾ റാപ്പ് ചെയ്യണമല്ലോ. അപ്പം പെട്ടിയൊക്കെ റാപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടാണ് പോണത്. കാരണം
കാരണം പെട്ടിക്ക് ഡാമേജ് ഉണ്ടാവാൻ പാടില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ എന്താ പറയുക, റാപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാം. ഇവിടെ നിന്ന് നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് അതിന് ചിലപ്പോൾ സമയം കിട്ടുമോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ റാപ്പ് ചെയ്യുന്നതിനൊക്കെ നല്ല പൈസ എമൗണ്ടൊക്കെ ആവുമെന്നാണ് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഈ ഒരു റാപ്പർ മേടിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്, കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഫാമിലിയിലുള്ള എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. ബ്രദറാണത്, അവനും ഹസ്ബൻഡും ഇച്ചാനും കൂടെ കേട്ടോ പെട്ട് റാപ്പ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഉണ്ട്, ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും കൂടി എന്തൊക്കെയൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയൊന്നുമില്ല, കാരണം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെയാണ്. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഏകദേശം ഒരു 1 വീക്കോളം ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ അനിയത്തി, ഇവളാണ് ജർമ്മനിക്ക് പോകുന്നത്. അപ്പം എന്താ പറയുക, ഒത്തിരി സന്തോഷവും അതുപോലെ തന്നെ ഒത്തിരി സങ്കടവും ഒക്കെ ഉള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എന്ന് പറയാൻ കാരണം വീഡിയോ വരുന്നത് കഴിഞ്ഞിട്ടാണല്ലോ. അപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് കഴിഞ്ഞിട്ടാണ്. അപ്പം വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമം ഒബിയസ്ലി എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം വിഷമിച്ച് സങ്കടപ്പെട്ട് വിടുന്നതിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക, ഹാപ്പി ആയിട്ടായിരിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ കേട്ടോ തോന്നുന്നത്. പക്ഷെ വിഷമം ഒബിയസ്ലി എല്ലാവർക്കും ഉണ്ടാവും, സങ്കടം എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പം റാപ്പ് ചെയ്ത് ഏകദേശം തീരാറായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയുക, അവളായിട്ട് കളിയാക്കണം കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നീ മറക്കോ അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നതാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട്. ഇത് ഏകദേശം രാത്രി ഒരു 7-8 മണിയൊക്കെ ആയിട്ടോ. നമുക്ക് വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ്, 4:30-4:30 ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് നേരത്തെ ചെല്ലണമല്ലോ, 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെല്ലണം. അപ്പോൾ അതിന് വേണ്ടുന്ന പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എല്ലാവരും ഒന്ന് ഉറങ്ങാനുള്ള സമയമൊന്നും ഉണ്ടാവുമെന്ന് അറിയത്തില്ല, എന്നാലും ഒരു മണിക്കൂറൊക്കെ കിടന്നുറങ്ങാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ റെഡി ആവാനുള്ളൊരു ഭാഗമോ അങ്ങനത്തെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു എല്ലാം, കാരണം നമുക്ക് ഒത്തിരി സമയമില്ലായിരുന്നു. നമ്മൾ ഇറങ്ങി, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കാലടി ഭാഗമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്കായിരുന്നു. കാലടി പാലത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്താൻ പറ്റും എന്നൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ കറക്റ്റ് സമയമൊക്കെ ഒരു 1:15 ആയപ്പോഴത്തേക്ക് എത്താൻ പറ്റി. അപ്പോൾ തന്നെ കയറായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഞങ്ങൾ പ്രെയർ ചെയ്യുന്ന ഭാഗമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എവിടെയൊക്കെയോ മിസ്സായിപ്പോയി, അതൊന്നും എനിക്കിതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. പ്രെയറൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒക്കെ കേട്ടോ നമ്മളിവിടെ നിന്ന് പോയത്. ഇത് കാണുമ്പം ഒത്തിരി എന്താ പറയുക, നമ്മളിപ്പം ഒരാളെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകും. ആ ഒരു മൊമെൻറ്റിൽ ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കൊണ്ടാക്കാനായിട്ട് ചെന്ന് കഴിയുമ്പം അതിനേക്കാളും സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് നമ്മളെടുത്ത് അതൊക്കെ എന്താ പറയുക, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈവൻ എനിക്കും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊക്കെ എന്താ പറയുക, പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ തന്നെ വെക്കുന്നതാണ്. എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ കരയാതിരിക്കാനും ഉള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ. അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറി. ഒത്തിരി ലഗേജ് ആദ്യമായിട്ടാണ് പോകുന്നത്. ഏകദേശം ഒരു 2-3 വർഷത്തെ കാത്തിരിപ്പാണ്, അതിലും കൂടുതലുണ്ടാവും കേട്ടോ. കാരണം പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോസസ്സിങ്ങിനൊക്കെ ആയിട്ട് ഒത്തിരി ഡിലേ ഒക്കെ ആയിരുന്നു. എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സമയമാകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നടക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതൊക്കെ നമുക്ക് ഉറപ്പും വിശ്വാസമൊക്കെ ഉണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം അവൾക്ക് പോകാനുള്ള സമയം എന്താ പറയുക, അവൾക്ക് ജോലി ചെയ്യാനായിട്ട് അവിടെ പോയി അവൾ ജോലി ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം ജർമ്മൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ജർമ്മൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാവുന്നതാണ്. എനിക്കറിയാവുന്നത് അവളുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ നമുക്ക് റിപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം അവൾ പോയി ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോസോ കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇൻഫോർമേഷൻസൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഏകദേശം ഇത്ര ഒരു ലോഡ് ആൾക്കാർ, ഞങ്ങൾ 2 വണ്ടി ആൾക്കാരായിട്ടോ ഒരാളെ കൊണ്ടിടാൻ പോകുന്നത്. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കസിൻസ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരൊക്കെ ആയിട്ടാണ് പോയത്. അത്യാവശ്യം തിരക്ക് നിറഞ്ഞൊരു സ്ഥലമാണല്ലോ എയർപോർട്ട്. എപ്പോൾ ചെന്നാലും ഇഷ്ടംപോലെ ആൾക്കാർ കയറി ഇറങ്ങിയും പോകുന്ന ഒരു സ്ഥലമാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എയർപോർട്ടിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ അവളെ കയറ്റി വിടാനായിട്ട് സമയമായി. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എൻ്റെ അനിയത്തിനെ കൂടെ ഉൾപ്പെടുത്തണം. പിന്നെ വേറെന്താ, സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ അവളെ വീഡിയോ കാണും എന്ന് വിശ്വസിക്കുന്നു. അവൾ വിളിച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ജോലിക്ക് കയറാറായിട്ടില്ല. ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കാണ് ജോലിക്ക് കയറുന്നത്. പിന്നെ എന്തെങ്കിലും ക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റും മെസ്സേജൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ ഫാമിലിയിലെ. അപ്പം എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട, അല്ലെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ ഒന്നും എനിക്കറിയത്തില്ല. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഒരുപാട് വീഡിയോസ് എടുക്കാനും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. മീൻസ് വീഡിയോ എന്തോരം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. കുറച്ചൊക്കെ വീഡിയോസൊക്കെ പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. താൻ പോവല്ലേ?